Hello future doctors. So NEET examine പോകുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന ഡൗട്ട് ആണ് എന്ത് ഡ്രസ്സ് ഇടാം എന്ത് ഡ്രസ്സ് ഇടരുത് എന്നുള്ളത് ട്ടോ. അപ്പോൾ മിസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് എക്സാം ഹാളിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ഫ്രിസ്കിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. ഈ ഫ്രിസ്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മെറ്റൽ പാർട്സ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് അവിടെ ശ്രദ്ധിക്കുന്നത് ട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ് കോഡിൽ ഇത്രയും കൂടുതൽ കൺസേൺ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് പല രീതിക്കുള്ള മാൽ പ്രാക്ടീസസും കോപ്പിയടികളൊക്കെ നടന്നിട്ടുണ്ട്. സോ കേരളത്തിൽ ആക്ച്വലി അതിന്റെ റേറ്റ് വളരെ കുറവാണ്. എന്നാൽ പോലും ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരേപോലെ രീതിക്കുള്ള ഒരു എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഫോളോ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഫ്രിസ്ക് ചെയ്യുന്നത്. സോ ഫ്രിസ്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടും അതുപോലെ തന്നെ അല്ലാതെയും നമ്മുടെ കൈ വെച്ചിട്ടും ഒക്കെ പരിശോധിക്കും. നമ്മുടെ മേത്ത് എന്തെങ്കിലും മെറ്റൽ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഡ്രസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മെറ്റൽ സാധനങ്ങളൊന്നും തന്നെ നമ്മളുടെ മുടി മുതൽ താഴെ ചരിപ്പ് വരെ ഒരു സാധനവും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾ ബോയ്സിന്റെ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പം ഞാൻ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ആദ്യം പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നുള്ളതിനേക്കാളും എന്ത് ഇടാം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി ഈസി ആണല്ലോ മക്കളെ. ചൂടുകാലാണ്, അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല അല്ലാണ്ടും എപ്പോഴും കുറച്ചും കൂടെ ഒരു എന്താ പറയുക വിസിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഹാഫ് സ്ലീവ്സ് ഉള്ള ടീഷർട്ട്സോ ഷർട്ട്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫുൾ സ്ലീവ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഫുൾ സ്ലീവ്സ് നിങ്ങൾക്ക് അവിടെ ഒരു കാരണവശാലും നിങ്ങൾ അതിനകത്തേക്ക് കയറ്റി വിടില്ല. സോ ഫുൾ സ്ലീവ് പറ്റില്ല. കാരണം മുന്നത്തെ വർഷങ്ങളിൽ ഫുൾ സ്ലീവ് ഇട്ട് വന്നിട്ടുള്ള കുട്ടികളൊക്കെ ചിലത് കൈയൊക്കെ അവിടുന്ന് അവർ വെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. സോ അതിന് നിൽക്കരുത്. നമ്മൾ ആദ്യമല്ലേ, നമ്മൾ ആരും ചാലഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു 5 സ്ലീവ്സ് ഒന്നും വലിയ കുഴപ്പമുണ്ടാവും തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ലൂസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ബോഡി ഹഗ്ഗിങ് അല്ലാത്ത രീതിക്കുള്ള ടീഷർട്ട്സോ അല്ലെങ്കിൽ ഷർട്ട്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പാൻസിന്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മെറ്റൽ ബട്ടൺസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് പാൻറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. സ്ട്രെയിറ്റ് കട്ട്, നമ്മൾ ബൂട്ട് കട്ട് പാൻസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് പാൻസ് യൂസ് ചെയ്യുക. ഡെനിംസ്, ജീന് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഡെനിംസ് അല്ലെങ്കിൽ ജീൻസ് എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയാ ഈ ട്രാക്ക് പാൻസ് ഉണ്ടല്ലോ, അതായത് അടിയിൽ ഇങ്ങനെ ചില ട്രാക്ക് പാൻസിന് ജോഗേഴ്സ് ഒക്കെ പോലെ താഴെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരുന്നുണ്ടാവും ജോഗേഴ്സ്. സോ അങ്ങനത്തെ ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് കട്ട് വരുന്ന ട്രാക്ക് പാൻസ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അതിനകത്ത് സിബ് വരാൻ വേണ്ടി പോകുന്നില്ല, മെറ്റൽ ബട്ടൺസ് വരാൻ വേണ്ടി പോകുന്നില്ല, അങ്ങനത്തെ ഒരു സാധനങ്ങളും വരാൻ വേണ്ടി പോകുന്നില്ല. ആൻഡ് ഓൾസോ അത് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും ലൈറ്റ് കളേഴ്സ് കിട്ടുമെങ്കിൽ അതാണ് വളരെ നല്ലതായിട്ടുള്ളത് കാര്യം കേട്ടോ. പിന്നെ പോക്കറ്റ്സ് അധികമൊന്നും പാടില്ല. അതായത് ഇപ്പം നമ്മൾ പൊതുവേ നമ്മൾ പുറത്തേക്ക് എന്ന് ചെത്താൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ എന്താ നമ്മൾ അല്ലേ ഒരുപാട് പോക്കറ്റ്സ് ഒക്കെ ഉള്ള പാൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള പാൻസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഏറ്റവും എന്താ പറയുക ചുരുക്കി പറയുന്ന സമയത്ത് ഇതാണ് സ്മോൾ മീഡിയം ബട്ടൺസ് ഓൺലി. പിന്നെ ചിലർ ചോദിക്കാണ്ട് മിസ്സേ ഞങ്ങളെ പാനിന് ചെറിയൊരു സിബ് ഉണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു മെറ്റൽ സിബ് മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ കുഴപ്പമില്ല. 1-2 പോക്കറ്റ്സ് ഒക്കെ സാധാരണ എല്ലാ പാൻസിലും അതിൻ്റെ ഡിസൈൻ അങ്ങനെ ബൈ ഡിഫോൾട്ട് തന്നെ അങ്ങനെ വരാറുണ്ട്, അത് കുഴപ്പമില്ല. ഒരു ചെറിയ സിബ് അതും പ്രശ്നമില്ല. അല്ലാതെയുള്ള വലിയ വലിയ ബട്ടൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ബോയ്സ് ആണെങ്കിൽ ഇപ്പം എല്ലാവരും വിരാട് കോഹ്ലിനെയൊക്കെ കണ്ട് 2 സ്റ്റഡൊക്കെ അടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണെങ്കിൽ സ്റ്റഡ്സ് ഒക്കെ ഒഴിവാക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരു മെറ്റൽ സാധനങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി ഗേൾസിനാണ് ഒരുപാട് സംശയങ്ങൾ വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗേൾസിന്റെ കാര്യം ഇപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ചിലർക്ക് ഒരുപാട് മുടിയൊക്കെ ഉണ്ടാവും. മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ, അതായത് ഗേൾസ് പ്രത്യേകിച്ച്, ബോയ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഇങ്ങനെയൊക്കെയുള്ള നേരിയ വെറും ഇലാസ്റ്റിക്കിന്റെ ഒരു ബണ്ണ് വെച്ച് നിങ്ങൾക്ക് മുടി വേണമെങ്കിൽ ഒന്ന് സെക്യൂർ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഗേൾസ് ആണെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം. വലിയ ഹെവി ആയിട്ടുള്ള ബണ്ണുകൾ കെട്ടിവെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഒരുപാട് മുടിയുള്ള കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നിടുക കേട്ടോ, ഒരു പിക് ടെയിൽ അല്ലെങ്കിൽ പിന്നിടുക, അത് ഓക്കെയാണ്, അതിന് കുഴപ്പമില്ല. ലൂസ് ഹെയർ ആവാതിരിക്കുക, ഇങ്ങനെ മുടി ഒരുപാട് ലോങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അഴിച്ചിടാതിരിക്കുക. ഷോർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഷോർട്ട് ആകുമ്പോഴും നമുക്ക് ചൂടുള്ള സമയമായതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് കെട്ടണതായിട്ട് വരും. സോ നിങ്ങൾ കയ്യിൽ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചോളുക. ചിലപ്പം അത് അവർ സമ്മതിച്ചില്ല എന്ന് വരും, എന്നാൽ എന്തായാലും നമ്മൾ ആ ഒരു സമയത്ത് എന്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യത്തോടു കൂടി നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ മുടി കെട്ടാൻ സമ്മതിക്കുന്നില്ലെന്നാണെങ്കിലും അതിനെയും ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി കഴിയണം. പിന്നെ ഗേൾസിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെസ്റ്റേൺസ് ഒക്കെ ഇടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറിലുള്ള ടീഷർട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും ഫുൾ സ്ലീവ് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. റൗണ്ട് നെക്കാണ്, അതായത് റൗണ്ട് നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾ ഈ നമ്മുടെ എന്താ പറയുക ടേർട്ടിൽ നെക്സ്, അതായത് ഇത്രയും വരെ കവർ ചെയ്തിരിക്കുന്ന ടേർട്ടിൽ നെക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോളേഴ്സ്, ഇതൊക്കെ മാക്സിമം
ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. ടേർട്ടിൽ നെക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് കോളർ, ഇതൊക്കെ ഒഴിവാക്കുക. അതായത് ഈ ഒരു ഏരിയ ഒന്നും അങ്ങനെ കവേർഡ് അല്ലാതെ വരുന്ന രീതിക്കുള്ള വെസ്റ്റേൺസ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ടേർട്ടിൽ നെക്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, സോ റൗണ്ട് നെക്കിൽ വരുന്ന ടീഷർട്ട്സ്, ഇത്രയും വരെ സ്ലീവ് വരുന്ന ടീഷർട്ട്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീൻസ്, ബോയ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ ജീൻസും അല്ലെങ്കിൽ ഡെനിംസും ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. സ്ട്രെയിറ്റ് കട്ട് പാൻസ് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. സ്ട്രെയിറ്റ് കട്ട് പാൻറ് യൂസ് ചെയ്യുക, അതും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. പിന്നെ പലാസോ, അതുപോലെ തന്നെ ഫ്ലെയേർഡ് ആയിട്ടുള്ള ഒരുപാട് ചുരുക്കുകളും പാവാടയും പോലെ ഇരിക്കുന്ന പാൻറ്റുകളൊന്നും തന്നെ നിങ്ങൾ അങ്ങോട്ട് പോവാനേ വിചാരിക്കേണ്ട. നിങ്ങൾ അവിടേക്ക്, അതായത് ഫ്രിസ്കിങ്ങിന്റെ സമയത്ത് തന്നെ ഇത് പറ്റില്ല അത് പറ്റില്ല എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് ടെൻഷൻ ആവും പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത്. സോ ഒരു കാരണവശാലും അങ്ങനെ ഫ്ലെയേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും നിങ്ങൾ ഇടാതിരിക്കുക. ഏറ്റവും നല്ലത് ഇടുന്നത് ഓക്കെ. അപ്പം മിസ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പം നിങ്ങൾ ഇന്ത്യൻ വെയർ യൂസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് കളറിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തി, അങ്ങനെയുള്ളൊരു കുർത്തിയും സ്ട്രെയിറ്റ് കട്ട് ഒരു പാൻറ്. നമ്മൾ സാധാരണ ചുരിദാറിന്റെ പാൻറ് ഉണ്ടല്ലോ, പാൻറ്, ഈ പണ്ടത്തെ ചുരി ബോട്ടം അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല, അല്ലാതെയുള്ള നമ്മൾ സൽവാർ കമ്മീസിനിടുന്ന സാധാരണ ചുരിദാർ പാൻറ്, അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പലാസോ ആവരുത്, അങ്ങനത്തെ പ്രശ്നങ്ങൾ അതേ ഉള്ളൂ കേട്ടോ നോക്കാനായിട്ട്. പിന്നെ നേരത്തെ മുടി കെട്ടേണ്ട കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കയ്യിൽ മൈലാഞ്ചി ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മിസ് ഒരു എക്സാം എഴുതാൻ പോയൊരു ഇത് പറഞ്ഞുതരാം കേട്ടോ. അതായത് ആ എക്സാമിന് പോയ സമയത്ത് നമ്മൾ ഇപ്പം അത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആഭരണങ്ങളും, അതായത് കമ്മല്, മൂക്കുത്തി, സെക്കൻഡ് സ്റ്റഡുകള്, നമ്മുടെ അരയിൽ വരുന്ന എന്തെങ്കിലും അരഞ്ഞാണം, ഏലസ്, ഇത് ബോയ്സിനോട് ബാധകമാണ് കേട്ടോ. ഈ ഏലസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ ഇടരുത് കേട്ടോ, ഒന്നും ഇടരുത്. അപ്പൊ ചിലർ ചോദിക്കും, മിസ്സേ മൂക്കുത്തി അഴിക്കാൻ പറ്റുന്നില്ല, മൂക്കുത്തി ഭയങ്കര ടൈറ്റ് ആണെന്നുള്ളതൊക്കെ. എടാ, അവർ ഉറപ്പായിട്ടും അത് അഴിപ്പിക്കുക അവിടുന്ന്. ആ അഴിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് വേദനയുമായിട്ട് അവിടുന്ന് കഷ്ടപ്പെട്ട് അഴിക്കുന്നതാണോ, വീട്ടിൽ നിന്ന് വളരെ സാവധാനത്തോടു കൂടി നമ്മൾ അഴിച്ചു മാറ്റുന്നതാണോ നല്ലതെന്നുള്ളത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പൊ എപ്പോഴും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ സമാധാനമായിട്ട്, അതായത് ചിലർക്കൊന്നും അടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ അടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നുമില്ല, നമ്മൾ ആ എക്സാം ഹോളിൽ എത്തുന്ന തൊട്ടിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ ആ മൂക്കുത്തിയോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റഡൊക്കെ അഴിച്ചു വെക്കുക. അതുപോലെ തന്നെ മിസ് കയ്യിൽ കെട്ടിയ പോലത്തെ ചരട്, ഇതൊക്കെ മിസ്സിനെ കൊണ്ട് ഒരു പ്രാവശ്യം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ചരടൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നേ അത് അഴിച്ചു വെക്കുക. പിന്നെ ഏലസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അഴിച്ചു വെക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഗേൾസിന്റെ ഇന്നർവെയറിൽ ഇതേപോലെ തന്നെ കുറെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മെറ്റൽ ഹുക്കുള്ള ബ്രാസ് ഒന്നും പറ്റില്ല എന്നുള്ളത്. സോ നിങ്ങൾ എപ്പോഴും ഒരു സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അതന്നെ വലിയ ഹെവി പാരഡ് ആയിട്ടുള്ള ബ്രാസ് ഒന്നും യൂസ് ചെയ്യേണ്ട, ഒന്നാമത് നല്ല ചൂടുമാണ്. പിന്നെ അതൊക്കെ തന്നെ ആ ഫ്രിസ്കിങ്ങിന്റെ സമയത്ത് വെറുതെ ഒരു സംസാരം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാഡഡ് ബ്രാ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മളെ ബോഡിയിൽ മെറ്റൽ സാധനങ്ങളൊന്നും പാടില്ല. ഹെയർ ടൈ, ഇപ്പം നമ്മൾ ഈ കെട്ടുന്ന ഹെയർ ബാൻഡ് തന്നെ, ഹെയർ ബോയിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും ചെറിയ മെറ്റലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യേണ്ട. വളരെ സാധാരണയായിട്ടുള്ള ഇങ്ങനത്തെ ഇലാസ്റ്റിക്കിൻ്റെ സാധാരണ ബോ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ചില ആൾക്കാർ ചോദിക്കാണ്ട്, മിസ് നെയിൽ പോളിഷ് പറ്റുമോ എന്നുള്ളത്. നെയിൽ പോളിഷ് ഒന്നും അത്ര വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ഏറ്റവും നല്ലത് നെയിൽ പോളിഷ് നിങ്ങൾ റിമൂവ് ചെയ്യുന്ന. നഖം വെട്ടണം പറഞ്ഞാൽ നിഖം വളർത്തുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നഖം വെട്ടേണ്ട കാര്യമില്ല. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുന്നതാണ് കുറേ കൂടെ നല്ലത്. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്വെയർ ആണ്. ഒക്കെ ഇത്രയും സിമ്പിൾ ആയിട്ട് പോകുന്ന സ്ഥിതിക്ക് നമ്മൾ ഒരിക്കലും ഫുട്വെയർ ഹെവി ആക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ഫുട്വെയർ, ഗേൾസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഫുട്വെയർ യൂസ് ചെയ്യുക. അത് തന്നെ ഫുട്വെയറിന്റെ മേലെ ഇങ്ങനെയുള്ള മെറ്റൽ സാധനങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണെങ്കിൽ ആ ചെരുപ്പ് ഇടരുത്. നിങ്ങൾ സാധാരണ ഫ്ലിപ്പ് ഫ്ലോപ്സോ അല്ലെങ്കിൽ ബാത്റൂം സ്ലിപ്പേഴ്സ് വരെ നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാം. അതായത് സാധാരണ വള്ളിച്ചെരുപ്പ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. പക്ഷെ ഇങ്ങനത്തെ ഈ ടൈപ്പ് ചെരുപ്പുകളിൽ തന്നെ ചിലപ്പോൾ മെറ്റലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വളരെ നീറ്റായിട്ടുള്ള ഇങ്ങനത്തെ ചെരുപ്പുകൾ ഇട്ട് പോവുക. പിന്നെ എന്താ പറയുക, നമ്മൾ ഹീൽസ്, ബ്ലോക്ക് ഹീൽസ് ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഹീൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്നീക്കേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട. ബോയ്സ് ആണെങ്കിൽ ഇതുപോലുള്ള സാധാരണ ചെരുപ്പുകൾ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോവാട്ടോ. അതാണ് നമ്മൾ ആ ഒരു എക്സാമിന് പോവാണല്ലോ. സോ അതിനൊരു ഡീസൻസി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, മക്കൾ ഒരു തരത്തിലുള്ള ഓർണമെന്റ്സ് അത്
പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം. മോതിരം ഉണ്ടാവും, ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങൾ, ഞാൻ പറഞ്ഞില്ല ഈ മേലുള്ള സെക്കൻഡ് സ്റ്റഡുകൾ, അതുപോലെ തന്നെ നോസ് പിന്നൊക്കെയാണ് മിക്കവാറും ആൾക്കാർക്ക് കഴിക്കാൻ മടി ഉണ്ടാവുക. അതൊക്കെ അഴിച്ചു വെച്ചേക്കുക. ഏലസും ചരടും ഒക്കെ ഉണ്ടെന്നാൽ അതും പ്രത്യേകം മാറ്റി വെച്ചേക്കുക. അതും നിങ്ങൾ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്കറിയാലോ, ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റും നിങ്ങൾ കൊണ്ടുപോകരുത്. വാച്ച് അല്ലേ, സമയം നോക്കാൻ നിങ്ങൾ വാച്ച് കൊണ്ടുപോകേണ്ട. അവിടെ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ക്ലോക്ക് ഒക്കെ ഉണ്ടാവും. സോ വാച്ച് സാധനങ്ങളൊന്നും പാടില്ല. പിന്നെ മക്കളെ, നിങ്ങളുടെ ആദ്യം കയ്യിൽ മെറ്റയുടെ ഗ്ലാസ്സസ് ഒക്കെ അല്ലേ, കണ്ണട നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സ്പെക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ മെറ്റയുടെ ഗ്ലാസ്സസ് ഒന്നും വെച്ചുകൊണ്ട് ഒരു കാരണവശാലും എക്സാമുകളിലേക്ക് പോകരുത്. നിങ്ങൾ ആ വഴിക്ക് തന്നെ ചിലപ്പോൾ ഇറക്കി വിടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓവർ സ്മാർട്ട്നെസ് കാണിക്കാതിരിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും യൂസ് ചെയ്യരുത്. ഈവൻ മക്കളെ പെന്ന് പോലും കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് അവിടെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പെന്നും പേപ്പറും നിങ്ങൾക്ക് NTA തന്നെ നിങ്ങൾക്ക് അവിടെ തരുന്നതാണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത എഴുതുന്ന ഒരു എക്സാം ആണല്ലോ. സോ അതിനുള്ള പെന്നും പേപ്പറും നിങ്ങൾക്ക് അവിടെ നിന്ന് തരും. നിങ്ങളൊരു പെന്ന് പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി വേറെ മെയിൻ ആയിട്ടുള്ള ഒരു സംശയം, നമ്മളുടെ ബുർക്ക, ഹിജാബ് അല്ലെ, അത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അതായത് റിലീജിയസ് ആയിട്ടുള്ള ക്ലോത്തിങ്സ്. ഇപ്പം ചില കുട്ടികൾ നൺസ് ആയിട്ടുള്ളവരല്ലേ, സിസ്റ്റേഴ്സ് ആവുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. സോ നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12:30 മിനിമം 12:30 നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സാം ഹാളിൽ മുന്നെത്തുക. അതിന്റെ മുൻപേ ഫ്രിസ്കിംഗ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. സോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 120 മിനിറ്റ്സ് ബിഫോർ എന്നുള്ളതാണ്. അതായത് ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്ക്, ഒരു 11:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ എത്തിക്കോളൂ. ഒരു കുഴപ്പമില്ല കേട്ടോ. അതായത് ഫസ്റ്റത്തെ ഒരു ടൈം, നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ആദ്യം തരുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങൾ അവിടെ എത്തിക്കോളൂ. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പരിശോധന ഉണ്ടാവുക. കംപ്ലീറ്റ് നമ്മളുടെ ഡ്രസ്സ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഡ്രസ്സ് ഇടുന്നുണ്ടാവുമല്ലോ. സോ ഈ ഓൾറെഡി മേലിട്ടിട്ടുള്ള നമ്മുടെ ക്ലോത്ത്സ് എന്താണോ ഇതൊക്കെ നമുക്ക് അഴിച്ചു കൊടുക്കേണ്ടിയോ, അല്ലെങ്കിൽ അതൊക്കെ ഫ്രിസ്കിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫ്രിസ്കിങ് ആണ് ഉണ്ടാവുക. സോ അങ്ങനത്തെ റിലീജിയസ് ക്ലോത്തിങ്സ്, പ്രത്യേകിച്ചും പറഞ്ഞ ഹിജാബ്, ബുർക്ക, ടർബൻ, കിർപ്പൻ, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റേഴ്സ് ആവാനുള്ള കുട്ടികളൊക്കെ ഇടുന്ന എന്തെങ്കിലും റിലീജിയസ് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അവർ വളരെ നേരത്തെ തന്നെ നിങ്ങൾ എത്തേണ്ടതാണ് കേട്ടോ. ആൻഡ് ഈ കുട്ടികൾ, അതായത് ഇപ്പം ചിലർക്ക് ഉണ്ടാവും അവിടെ എത്തുന്ന സമയത്ത് ചോദിക്കും, അയ്യോ ഞാനൊരു ഹിജാബ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്കിത് അഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും ചിലർക്ക് അത് അഴിക്കേണ്ട വരും. കാരണം അവിടെ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യു മസ്റ്റ് ഹാവ് സെലക്ടഡ് ദ കസ്റ്റമറി ഡ്രസ് ഓപ്ഷൻ ഇൻ ദ നീറ്റ് ആപ്ലിക്കേഷൻ ഫോം ടു അവെയിൽ ദിസ്. അതായത് നിങ്ങൾക്ക് നമ്മളുടെ തട്ടം ചുറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തട്ടം ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി അതിനകത്ത് കസ്റ്റമറി ഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. അത് നിങ്ങൾ കൊടുക്കാൻ വിട്ടുപോയി, അത് കൊടുക്കാൻ മറന്നുപോയി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല. സാധാരണ ബാക്കിയുള്ള കുട്ടികൾ എഴുതുന്ന പോലെ തന്നെ നമുക്ക് തല മറയ്ക്കാതെ തന്നെ എഴുതേണ്ട വരും. സോ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കസ്റ്റമറി ഡ്രസ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നീറ്റ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം മക്കളെ, നീറ്റ് അഡ്മിറ്റ് കാർഡ്. നീറ്റ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡൗൺലോഡ് ചെയ്തതിൽ ഇനി ഞാൻ മിസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് മക്കളേതാ, നിങ്ങൾ എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന് തന്നെ ചെയ്യേണ്ടതാണ് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ. നിങ്ങളുടെ ഒരു സാധാരണ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഒട്ടിച്ച് വെക്കണം. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഇതൊക്കെ തന്നെയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എക്സാം ഹാളിൽ കണ്ടോ, ടു ബി ഫിക്സ്ഡ് ബിഫോർ റീച്ചിങ് ദ സെന്ററിൽ എത്തുന്നതിൻ്റെ മുൻപേ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് പരീക്ഷയുടെ തലേന്ന് 2-ാം തീയതി വൈകുന്നേരം രാത്രി നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളവിടെ ഒട്ടിച്ച് വെക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾ സൈൻ ഇടണ്ട. അത് നിങ്ങൾ എപ്പോഴാണ്, ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി. ഇവിടെ നിങ്ങൾ ഒപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഇതാ, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ 4x6 കേട്ടോ, കളർ ഫോട്ടോഗ്രാഫ് ഹിയർ ബിഫോർ റീച്ചിങ് ദ സെന്റർ. ഇതാ നിങ്ങൾ തൊട്ട നെക്സ്റ്റ് പേജിൽ, അതായത് ഹോൾ ടിക്കറ്റിന്റെ 2-ാമത്തെ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. അത് നിങ്ങൾ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ മതി, അവർ സെറ്റ് ചെയ്ത് തരും. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഏതാണോ അത് തന്നെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ അതും കൂടെ അവിടെ ഒട്ടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. സോ നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് മറക്കാണ്ട് കൊണ്ടുപോകേണ്ട കാര്യം നിങ്ങളുടെ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്. കാരണം ഒരു വർഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാം ആണ്. സോ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി മറക്കരുത്. ഫോട്ടോ ഒട്ടിച്ച് വെക്കുക, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഒട്ടിച്ച് വെക്കുക. ഇത് കൂടാതെ എക്സ്ട്രാ ഒരു ഫോട്ടോ കയ്യിൽ വെക്കുക. കാരണം നമ്മുടെ അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാവും, ആ ഷീറ്റിൻ്റെ അകത്ത് ഒരു ഫോട്ടോ ഒട്ടിക്കണം. അപ്പോൾ മൊത്തം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ഇത്രയും ഫോട്ടോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. 2 ഓൾറെഡി ഒട്ടിക്കണം, ഒരു പാസ്പോർട്ട് സൈസ് കയ്യിലും വെക്കണം. പിന്നെ ഫോട്ടോ ID കാർഡ്, ആധാർ കാർഡ് കൊണ്ടുപോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വോട്ടർ ID ഉണ്ടെങ്കിൽ വോട്ടർ ID കൊണ്ടുപോകാം. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും. എന്തായാലും ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു ഫോട്ടോ ഉള്ള വോട്ടർ ID കാർഡ് വേണം. പിന്നെ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാം കേട്ടോ.
പിന്നെ ചില കുട്ടികൾക്ക് കയ്യിൻ്റെ അടിയിൽ വേർക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ, ചെറിയൊരു പാക്കറ്റ് ടിഷ്യൂ പേപ്പർ കയ്യിൽ വെക്കുന്നതായിരിക്കും നന്നാവുക. ടവൽസ് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷെ അവിടുന്ന് നിങ്ങൾ ആ ഒരു ഫ്രിസ്കിങ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു നോക്കുക, എനിക്കിങ്ങനെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സമ്മതിച്ചാൽ മാത്രം, മിക്കവാറും സമ്മതിക്കാൻ ചാൻസ് ഇല്ല, അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ടവല് കൊണ്ടുപോകുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ടവല്, അതായത് കളയാനുള്ളൊരു ടവല് നിങ്ങൾ പോക്കറ്റിൽ വെച്ചോളൂ. കാരണം ആ ടവലോട് ഇനി വലിയ ആവശ്യമൊന്നുമില്ല, അവരവിടുന്ന് എടുത്ത് കളയാൻ പറയുകയാണെങ്കിൽ അപ്പം തന്നെ എടുത്ത് കളയാനുള്ള രീതിക്ക് ഒരു ടവൽ വെച്ചോളൂ. അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജസ്റ്റ് ഒരു പോക്കറ്റ് ടിഷ്യൂവിൻ്റെ ഒരു 10-15 രൂപയുടെ ഒരു പോക്കറ്റ് ടിഷ്യൂ കിട്ടും, അത് വേണമെങ്കിൽ കയ്യിൽ വെക്കുക. അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കയ്യിൻ്റെ ഉള്ളനടിയൊക്കെ വേർക്കുന്ന കണ്ടീഷനുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും മക്കളെ നിങ്ങളുടെ കയ്യിൽ ഒരു ടവലോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും വെക്കാൻ സമ്മതിക്കില്ല, അത് ഉറപ്പാണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇൻവിജിലേറ്ററിന്റെയും എക്സാം നടത്തുന്ന ആൾക്കാരുടെയും ഒരു സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനം കയ്യിൽ വെക്കാനുള്ളതെന്നുള്ള ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കസ്റ്റമറി ഡ്രസ്സ് ഇടുകയാണെങ്കിൽ 11:30 ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് നല്ലത്. പിന്നെ 12:30 ആണ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിംഗ് ബിഗിൻ ചെയ്യുന്നത്. 1:30 ഗേറ്റ് ക്ലോസിംഗ് ആണ്. എൻ്റെ പൊന്നുകുട്ടിൽ ആ സമയത്തേക്ക് ഒന്നും എത്തരുത്, നമുക്ക് ടെൻഷനായിട്ട് ബേജാറായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. സോ അത് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അങ്ങനെ 2 മണിക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ നീറ്റ് നമ്മളോട് പറയുന്നത്. അഡറൻസ് ടു ദ ഡ്രസ് കോഡ് ഇസ് നോട്ട് ജസ്റ്റ് എ റൂൾ, ഇതൊരു നിയമം മാത്രമല്ല, ബട്ട് എ കമ്മിറ്റ്മെന്റ് ടു ദ ഇന്റഗ്രിറ്റി ഓഫ് യുവർ മെഡിക്കൽ ആസ്പിറേഷൻസ്. അല്ലെ, നിങ്ങളുടെ അത്രയും കാലത്തെ സ്വപ്നങ്ങളോടുള്ള ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മളവിടെ കാണിക്കുന്നത്. കീപ് ഇറ്റ് സിമ്പിൾ, കീപ് ഇറ്റ് ഫെയർ. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല നമ്മുടെ ഈ ഡ്രസ്സിങ്. നമ്മൾ അന്ന് പോകുന്ന ഡ്രസ്സിങ് ആരും അവിടെ മൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, ആരും അവിടെ നോക്കാൻ വേണ്ടി പോകുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം ഇട്ട് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്കിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.